ലിപ്സ്റ്റിക് എടുത്തില്ലേ? ഉവ്വ് മാഡം. ഹായ്. ഹലോ. ഇവൾ അൾത്താര, ഈ ഡീസന്റ് ലേഡീസ് ഹോസ്റ്റലിലെ തിളക്കമുള്ള സിനിമാ താരം. ലിപ്സ്റ്റിക് അൾത്താര എന്നാണ് ലേഡീസ് ഹോസ്റ്റലിൽ ഇവൾ അറിയപ്പെടുന്നത്. എന്നാൽ ഈ അൾത്താര അല്പം തിരക്കുള്ളൊരു താരം കൂടിയാണ്. സത്യത്തിൽ ഞാൻ ഈ പടം എടുക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടിയാണ്. നായകന് വലിയ പ്രാധാന്യമില്ല. നായികയുടെ ചുറ്റും കിടന്ന് കുളിക്കുന്ന നിങ്ങൾക്കാണ് പ്രാധാന്യം. വൃത്തിയുള്ള വേഷമാണ്, കുളിക്കാണ് പ്രാധാന്യം. നാട്ടിൽ കുളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടോളൂ വിട്ടു. എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട്. പോലെ കുളിക്കാതെ പോലെ കുളിക്കാതെ പോയി. അവര് പോയി പോട്ടെ. അടുത്ത സിനിമയിൽ നിങ്ങളാണ് എന്റെ നായികമാർ. ഇത് സോജൻ ഭായ്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്യൂരിറ്റിയായ രാജപ്പന്റെയും തൂപ്പുകാരി ശാന്തയുടെയും ഏക മകൻ. ഇന്ന് മലയാള സിനിമയിൽ വിലയേറിയ ഡയറക്ടർ. ഹലോ, ഡയറക്ടർ സോജൻ ഭായ്. സരസ് എവിടെയുണ്ട് സരസ്? അയ്യോ, ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു. മറ്റേ ഫോൺ നമ്പർ മാറ്റിയോ? ആ സിനിമ തുടങ്ങി, ഇന്ന് തുടങ്ങുന്നു. ആ പോന്നോ, ഇന്ന് രാത്രി തന്നെ പോന്നോ. നാളെ സീനുണ്ട്. നായിക കുളിക്കുമ്പോ ചുറ്റും കൂടി നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നത്. കൂട്ടുകാരികളൊക്കെ വിളിച്ചോ, എല്ലാവർക്കും സീനുണ്ട്. പിന്നെ ഡയലോഗ് ഉണ്ടോന്നോ? ഡയലോഗ് ഉണ്ട്, അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി വരാൻ പറഞ്ഞത്. ഡിസ്കഷൻ. സരസ് സാറേ, വെള്ളം. എടോ മറ്റേതില്ലേ, കുപ്പിയില്ലേ? ഷൂട്ടിംഗ് ചെയ്യുമ്പോ തരാം. തന്നാ മതി. ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത്? കൊറേ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ. ഇതൊന്നും വേണ്ട. ഇങ്ങനെ വെട്ടിക്കളയല്ലേ. ആ എഴുത്തുകാരൻ വന്ന വലിയ സീനാവുന്നു. വലിയ സീനാവോ? എന്നാ പിന്നെ ഈ സീൻ തന്നെ മതി. ആൾത്താര കാറിൽ വരുന്നു. ആരാടോ ഈ ആൾത്താര? അത് നമ്മുടെ നായിക. അയ്യോ, എന്നാ വിളി. കൂളിംഗ് ഗ്ലാസ് അവിടെ പോക്കറ്റ് കുത്തി വെച്ചേക്കണം. Hi. Good morning, sir. Very good morning. Please sit down. Oh, thank you. Actually, sir, എന്താണ് എന്റെ വേഷം? എന്താണോ വേഷം? എന്നോടാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഈ വേഷം മതി. ഇത് നല്ല വേഷമാണല്ലോ. ഇത് എവിടെ നിന്ന് മേടിച്ചെടുക്കും? ആക്ച്വലി സർ, ഞാൻ അതല്ല മീൻ ചെയ്തത്. എന്റെ ഇതിനകത്ത് ക്യാരക്ടർ എന്താണ്? അഹങ്കാരിയായ ഒരു പൊച്ചങ്ങക്കാരിയായിട്ടാണ്. What is പൊച്ചങ്ങ, sir? പൊച്ചങ്ങയല്ല, പൊങ്ങച്ചക്കാരി. Oh my God, that's really fantastic. അതാവുമ്പോ മാഡത്തിന് നന്നായി അഭിനയിക്കാൻ പറ്റും. ഏതാണ് ഈ സാധനം? അമ്മയാണോ? എന്റെ ആയിയാണ്. ആയൊക്കെ അഭിനയിക്കണോ? നല്ല കിടില വേഷം തരാം. No, sir. നായികയുടെ കൂടെ കുളിപ്പിക്കാം. Sir, it's too hot here. Climax ഭയങ്കര മോശമല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ക്ലൈമാക്സ് മോശമാണെന്ന്. എടോ ഇത് കണ്ട, വായിക്കുന്നതിന് മുമ്പ് നായിക പറഞ്ഞ ക്ലൈമാക്സ് മോശമാണെന്ന്. എടോ ഇത് കൊണ്ടുവരുന്നത് ആ സ്ക്രിപ്റ്റിനോട് വേറെ ക്ലൈമാക്സ് എഴുതി കൊണ്ടുവരാൻ. ഓ എന്റെ സാറേ, മാഡം പറഞ്ഞ അതല്ല, ക്ലൈമറ്റ് മോശമാണെന്ന്. കാലാവസ്ഥ ചൂട്. ഞാൻ അത് തന്നെയാണ് സർ മീൻ ചെയ്തത്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും അപ്പൊ തെറ്റിപ്പോകുന്നു സർ. അത് ലിപ്സ്റ്റിക്കിന്റെ ആയിരിക്കോ? എനിക്ക് തോന്നുന്നത് ലിപ്സ്റ്റിക്കിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. സർ, ഞാൻ ലിപ്സ്റ്റിക് മാറ്റിക്കോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. മാറ്റേണ്ടി വരും. സർ, ഞാൻ എന്ത് ചെയ്യണം? പോയിക്കോളൂ. റെസ്റ്റ് ചെയ്തോളൂ. റെസ്റ്റോ? ഓക്കേ. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. എന്റെ കൈ. ബൈ. ഷെയ്ക്കാൻ്റെ കുഴപ്പമില്ല, ഇതിനെ തന്നെ മതി. നായിക കടന്നു പോകുമ്പോൾ നായകൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് ചൂളം വിളിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് കൂടി നായികയുടെ അച്ഛൻ കടന്നു പോകുന്നു. വായി തോന്നിയൊക്കെ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? ഡയറക്ഷൻ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. തന്നെ നടി വിളിക്കണം. തന്റെ പേരെന്താ? എന്റെ പേര് ജോസ്. അയ്യോ ജോസേ, ഞാൻ ജോസ് എന്നല്ല ഉദ്ദേശിച്ചത്, ജ്യൂസ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ജ്യൂസ് വന്നില്ലേ? കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് ബദാം പരിപ്പും എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കി ജോസ് എനിക്ക് കൊണ്ടുവന്ന് തരുമോ? ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? അയ്യോ പോട്ടാ, ദൂരെ പോട്ടാ. സാറേ, ആ നടി പറഞ്ഞ കേട്ടാ, അവർക്ക് കുങ്കുമപ്പൂവും അണ്ടിപ്പരിപ്പൊട്ടൊരു ജ്യൂസ് കൊണ്ടേ കൊടുക്കാൻ. അവളെ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ കീറിയ നൈറ്റിയും ചമ്മന്തി കഞ്ഞിയും കുടിച്ചോണ്ടിരുന്നവളാ. ഇപ്പൊ അണ്ടിപ്പരിപ്പും ജ്യൂസും. ഒരു കാര്യം ചെയ്യ്, കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി മധുരമായിട്ട് സ്ട്രോ ഇട്ട് കൊടു. അപ്പൊ അണ്ടിപ്പരിപ്പ് വല്ല പിണ്ണാക്കം കളിക്കി കൊടുക്കണോ? ഈ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. വണ്ടാരടങ്ങ് ദൂരെ പോട്ടാ, പണിയൊന്നുമില്ല. വേണ്ട, ക്ലോസ് വെക്കാം. നായികയല്ലേ, നായകനെ വൈഡ് വെക്കാം. നായികയുടെ അപ്പനെ എവിടെയെങ്കിലും വെക്കാം. ഇത് ഇവിടെ അല്ലേ വെക്കണ്ട, അവിടെ വെക്കണ്ടത്. എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡയറക്ടറിനെ ചോദ്യം ചെയ്യുന്നു. മാഡം താങ്ക് യു മിസ്റ്റർ ജോസ്. യു ആർ സോ സ്വീറ്റ്. അങ്ങനെയൊന്നുമില്ല.
ആൾത്താരയുടെ ഈ കൈകൾ കാണാൻ എന്തൊരു ഭംഗിയാ. ഓ 1 2 3 4 5 6 7 8 9 10. ഇനി എന്റെ എല്ലാ സിനിമയിലും ആൾക്കാരെ തന്നെയായിരിക്കും നായിക. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ, ഈ സാറിന്റെ കാര്യം. നമസ്കാരം നമസ്കാരം. എന്താ കാര്യം? സാർ ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും. നന്നായിട്ട് അഭിനയിക്കുമോ? എന്നാ ദൂരെ പോയിട്ട് അഭിനയിച്ചോ. അല്ല സാറിന്റെ സിനിമയിൽ ഒരു വേഷം. അത് ശരി. എനിക്ക് തന്നെ ആകപ്പാടെ 2 വേഷമേ ഉള്ളൂ. ഇത് തന്നെ മാറി മാറിയാണ് ഞാൻ ഇടുന്നത്. അപ്പൊ പിന്നെ എന്റെ വേഷം നിങ്ങൾക്ക് ഞാൻ വിത്തൗട്ട് നിൽക്കുമോ? ഓ അവരതല്ല പറഞ്ഞത്. അവർക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു റോള് കൊടുക്കണോ? റോള് ആൾത്താരാ ഇവർക്ക് റോള് കൊടുക്കണോ? പക്ഷേ പറ്റത്തില്ല. എന്റെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഫിസ്കായി പോയി. ഫിസ്കോ? എടാ ഫിസ്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാം കൈ കൊടുത്ത് ഉറപ്പിച്ചെന്ന്. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു റോള് എന്റെ അടുത്ത സിനിമയിൽ തരാം. പക്ഷേ എന്റെ അടുത്ത സിനിമക്ക് പറ്റിയ കഥയാണ് ഇപ്പൊ ആവശ്യം. സാർ സിനിമയ്ക്ക് പറ്റിയ ഒരു ഉഗ്രം കഥ ഞങ്ങളിലുണ്ട്. അതിന് പറ്റിയ ഒരു പ്രൊഡ്യൂസർ നമ്മ കയ്യിലിருக்கு. എന്നാ പിന്നെ ഒരു ഉഗ്രൻ ഡയറക്ടർ ഉണ്ട്. അതാരാ? ഞാൻ. നിങ്ങള് കഥ പറ. സാർ കഥയുടെ പേര് പറഞ്ഞ സാറ് ഞെട്ടും. ഞെട്ടാം, പറയൂ. കഥയുടെ പേരെന്താന്ന് അറിയാമോ? അണക്കെട്ട് 999. വാട്ട് എ ബ്യൂട്ടിഫുൾ പേർ. അണക്കെട്ട് 999. ഈ സിനിമ ഡയറക്ട് ചെയ്താൽ ഞാൻ ഹോളിവുഡിൽ അണ്ടർവെയർ പ്രിൻസ് ആകും. ഞാൻ നായിക. 9 ഉമ്മ. എന്റെ രണ്ടാമത്തെ 9 ഉമ്മ. മൂന്നാമത്തെ 9 ഉമ്മ. നിങ്ങൾ ഈ 3 9 കൂടി അണക്കെട്ട് പൊളിക്കും. എന്റെ പുതിയ സിനിമയുടെ പേര് ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. അണക്കെട്ട് 999. ഓക്കേ. നോടാ. എത്ര നേരം ഓ, ഇതുവരെ വർക്ക് തുടങ്ങിയിട്ടില്ല. ആണോ? മണി 10 ഒന്ന് തോന്നുന്നില്ല. ഈ അണ്ണാച്ചി എവിടെ പോയി കിടക്കുകയാണ്? ഒന്ന് കറങ്ങാൻ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരം പാടില്ല. 9 മണിക്ക് വരാൻ പറഞ്ഞ 9 മണിക്ക് വരാം. അവര് കാശ് മുടക്കണമെന്ന് പറഞ്ഞ് 10 മണിക്ക് വന്നിട്ട് കാര്യമില്ല. ഈ ഡയറക്ടർ സാജൻ ഭായിനെ അറിയില്ല അണ്ണാച്ചിക്ക്. എനിക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടല്ല. തനിക്കറിയാമോ ഹോളിവുഡിൽ നിന്ന് വരെ ഡയറക്റ്റ് ചെയ്യാൻ ഫോൺ വിളിച്ചിട്ട് പോകാതെയാണ് ഈ അണക്കെട്ട് ഞാൻ ചെയ്യാൻ നിന്നത്. അതിന് താന്റെ പുറത്തിട്ട് കയറണം എന്തിനാണ്? പിന്നെ നീ എന്നെ മുതത്ത് ഓ, പിന്നെ. അസിസ്റ്റന്റിൽ അഹങ്കാരം കണ്ടില്ല അവന്റെ. ശരിയാക്കണം. എല്ലാത്തിനും ഞാൻ ശരിയാക്കാം. ഡയറക്ടർ പണ്ടാരമായി. സർ, എന്താണ് എന്ത് ഷൂട്ടിംഗ് തുടങ്ങാൻ? പ്രൊഡ്യൂസർ പറഞ്ഞു അയാളാണല്ലോ കാശിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ശ്ശേ, പണ്ടാരട്ടെ. ഒരു കാര്യം ചെയ്യ്. ഇനി പ്രൊഡ്യൂസർ വന്നില്ലേ കുഴപ്പമില്ല. ഈ പണ്ടാരം പടം തുടങ്ങാം. നടക്കമാട്ടെ. കാശ് മുടക്കുന്നത് നമ്മ അണ്ണ വെറുതെ ഷൂട്ടിംഗ് തുടങ്ങമാട്ടെ. എവിടെയാടാ നിന്റെ അണ്ണാൻ? അണ്ണ പറഞ്ഞ മാതിരി അണ്ണ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. എന്നിട്ട് കാണുന്നില്ലല്ലോ. പാറ്. നമസ്കാരം, നമസ്കാരം. സാർ. കുറച്ച് താമസിച്ചു പോലെ കുഴപ്പമില്ല. ഷൂട്ടിങ്ങിന് നേരമായി. அப்படியா நான் முன்னாடி இந்த படத்துக்கு ப்ரொடியூசர் தெரியுமில்ல ഇനി എല്ലാത്തറിയും അറിയാം. ഇവന്മാരൊക്കെ പറയാ പ്രൊഡ്യൂസർ വന്നില്ലെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞു കാശ് മുടക്കണം വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി എന്ന്. ഇതാണ് നമ്മുടെ നായിക ആൾത്താര. വണക്കം സർ. അത് വന്ന് ക്ഷയിക്കാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. കാശ് മുടക്കണം. நான் 1 ரூபா முடக்கே 100 ரூபா முடக்கே மாதிரி. അത് പള്ളി പറഞ്ഞാ മതി. 1 രൂപ മുടക്കി കഴിഞ്ഞാൽ 1 രൂപ മുടക്കിയ പോലെ 99 ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാ. അതൊന്നും പ്രശ്നം ഇല്ല ആ. இந்த படத்துக்கு என்ன கதை ഈ പടത്തിലെ കഥ എന്ന് പറഞ്ഞാൽ പേര് അണക്കെട്ട് 999. அந்த கதை അത് അണക്കെട്ട്. അതായത് നമ്മുടെ നായകൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഗ്രാമം നിൽക്കുന്നത് അണക്കെട്ടിന്റെ അടിയിലാണ്. ഈ അണക്കെട്ടിലുള്ള ജലത്തിലൂടെയാണ് നായകൻ വഞ്ചിയിൽ തുളഞ്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തുളഞ്ചു പോകുമ്പോൾ നമ്മുടെ നായകൻ നായികയായ പെൺകുട്ടിയെ കണ്ടുമുട്ടും. അവര് തമ്മിൽ പ്രേമബന്ധത്തിലാകുന്നു. അവസാനം ഈ വഞ്ചിക്കാരനെ കാമുകിയാകുന്ന വഞ്ചിക്കാരി വഞ്ചിക്കുന്നു. അങ്ങനെ അണക്കെട്ട് പൊട്ടുന്നു 9 കഷ്ണമായിട്ട്. അടിപൊളിയാണ്. 8 തലക്ക് പൊട്ടും. അപ്പൊ ഞങ്ങളുടെ വേഷം എടാ നിങ്ങൾക്കൊന്നും ഇതിൽ വേഷമില്ല. ഈ വഞ്ചിക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയതാണ്. അദ്ദേഹത്തിന് 60 70 വയസ്സുണ്ട്. നിങ്ങളൊക്കെ 10 30 വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ. നിങ്ങൾ ശരിയാകില്ല. ഒരു വയസ്സനായ ഒരാൾ വേണം എന്റെ വഞ്ചിക്കാരനായിട്ട്. അതിപ്പോ ഞങ്ങൾ ശരിയാക്കി തരാം. ഞങ്ങൾ ഇപ്പം തലയിൽ ബിഗൊക്കെ വെച്ച് എന്നാ വയസ്സനായിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ആരെങ്കിലും പോയി വയസ്സായിട്ട് വാ. ഇപ്പൊ വരാം. അണ്ണാ താങ്ക്സ് അണ്ണാ. மூஞ்சி மேய்க்கிட்டு வாடா പോയി വയസ്സാകടി. ഓ, വരൂ. അണ്ണാച്ചി ഇടയ്ക്ക് വെച്ചിട്ടേച്ച് പോവല്ലേ.